സമ്മേളന നഗരിയിൽ ഓരോ ദിവസവും ഓരോ കാഴ്ചകളും ഓരോ ആവേശകരമായ അന്തരീക്ഷങ്ങളുമാണ്. ഇപ്പോൾ എൻ്റെ കൂടെ രണ്ട് കുട്ടികൾ പെരിന്തൽമണ്ണയിൽ നിന്ന് മെനിഞ്ഞാന്ന് സൈക്കിളിൽ യാത്ര ആരംഭിച്ച് ഏകദേശം 250 കിലോമീറ്ററോളം താണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവർ ഒടമല ഫരീദ കോളേജിലെ വിദ്യാർത്ഥികളാണ്. പേരെന്താ? റബി. എന്താ പഠിക്കുന്നത്? ഏത് ഇയർ? ഞാനിപ്പോൾ 10ാം വർഷമാണ്. ഓക്കെ. പേര്? അഫ്സൽ. സെയിം ക്ലാസ്സിലാണോ? 8ാം വർഷം. എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഞങ്ങൾ എല്ലാവരും ചരിത്രത്തിൽ ഇപ്പോൾ ഭാഗമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അടുത്ത ഞാൻ ഉണ്ടായിക്കോണമെന്നില്ല അടുത്ത പരിപാടിക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം എന്തായാലും ഉഷാറാക്കാന്ന് കരുതി അങ്ങനെ പുറപ്പെട്ടതാണ്. എന്താ ട്രെയിനും ബസ്സൊക്കെ ചൂസ് ചെയ്തുകൂടായിരുന്നു? എല്ലാവരും പരിപാടിക്ക് എത്തണം. നമ്മളിതിന് ഭാഗമായി മാറണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമല്ലോ. പ്രചാരണം കൂടി ഉദ്ദേശിച്ചോ? തീർച്ചയായിട്ടും. കുറേ മക്കാമുകൾ കയറി ഉഷാറായി. ആൾക്കാർക്ക് നല്ല സപ്പോർട്ടാണ്. നല്ല കുറേ സലാമുകൾ മടക്കി. അതിന് പറ്റി. യാത്രയിൽ വല്ല ബുദ്ധിമുട്ടോ പ്രയാസമോ നേരിട്ടോ? ഇല്ല, ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. ഞങ്ങൾ ഇടക്കിടക്ക് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ്. പിന്നെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും കോളേജിൽ നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും ഉസ്താദന്മാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോരുകയാണ്. ക്യാമ്പിൽ അങ്ങാണോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ലാസ്റ്റ് സമാപനത്തിന് ക്യാമ്പിലെത്തി. അപ്പോൾ ക്യാമ്പിലുണ്ടാവും? ക്യാമ്പിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതെ, നമ്മളിങ്ങനെ ഈ ഒരു സമ്മേളനത്തിൽ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളാണ്, ഓരോ അനുഭവങ്ങളാണ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പ്രചാരണം നടത്തുന്നു, സംഭാവനകൾ നൽകുന്നു. അങ്ങനെ ഒരു വ്യത്യസ്ത സംഭാവനയാണ്. എന്താ പറയുന്നത്? അല്ല, ഈ കുട്ടികൾ ഈ വ്യത്യസ്ത സംഭാവന ചെയ്തത് സമസ്തയുടെ സന്ദേശം വരുന്ന വഴികളിലുള്ള ജനങ്ങളെ മുഴുവൻ അറിയിക്കുക എന്നതിലപ്പുറം ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളും വാഹനങ്ങളും വരുന്ന ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്ന് അവർ വരുന്നൊരു വാഹനമെങ്കിലും ഒഴിവായി കിട്ടിയാൽ അത്രയും അതും സൗകര്യമായാലോ എന്നുള്ള വലിയ ദീർഘദൃഷ്ടിയോടുള്ള കാഴ്ചപ്പാടോടെയാണ് കുട്ടികൾ ഇങ്ങനെ വലിയ സന്ദേശം കൈമാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ലക്ഷ്യത്തിൽ ഈ സമ്മേളനത്തിന് അവർ വന്നിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ അൽഹംദുലില്ലാ, ഓരോ ആളുകളും വ്യത്യസ്തമായ രീതിയിൽ സമസ്ത സമ്മേളനത്തിൽ ഇങ്ങനെ പങ്കാളികളാവുകയാണ്. ഒരാൾ തിരുവനന്തപുരം നടന്നു വന്നവർ, പിന്നെ മലപ്പുറം പുതുപ്പറമ്പ് നടന്നു വന്ന ആളുകൾ. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ഇത് കേവലം ഒരു സൈക്കിൾ ചവിട്ടി വരിക എന്നതിനുപരിയായി ധാരാമി സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ ഒരു സന്ദേശം, അതോടൊപ്പം ഇവിടെയൊക്കെ മനസ്സിൽ സമസ്തയോടുള്ള ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനം കൂടി ഇതിൽ നമുക്ക് ബോധ്യപ്പെടണം. അൽഹംദുലില്ലാ. അവർ പഠിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഷെയ്ഖ് ഫരീദ് ഔലിയ ദഅവ കോളേജ് ഒടമല. ഏകദേശം 250 കിലോമീറ്ററോളാണ് അവർ ഓടി വന്നിട്ടുള്ളത്, സൈക്കിൾ വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രസക്തമായ പ്രമേയം ഓരോരുത്തരെ കൊണ്ടും ഏത് രൂപത്തിലാണ് പ്രചരിപ്പിക്കാൻ സാധ്യമാവുക എന്നതായ ഉദാഹരണം കാഴ്ചവെക്കുകയാണ് ഷെയ്ഖ് ഫരീദ് ഔലിയ മെമ്മോറിയൽ ദഅവ കോളേജ് ഒടമലയിലെ ഈ ബഹുമാന്യരായ രണ്ട് വിദ്യാർത്ഥികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നതോടൊപ്പം എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളന നഗരിയിലേക്ക് പ്രത്യേകം സ്വീകരിക്കുകയാണ്. കോളേജ് സെക്രട്ടറി. ഓക്കെ, കോളേജ് സെക്രട്ടറി കൂടി ചേരാം. നിങ്ങളെ കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരിങ്ങനെ റിസ്ക്കൊക്കെ എടുത്ത് വരുമ്പോൾ പോണ്ട, കാറിലൊക്കെ പോയാൽ മതി, അല്ലെ ബസ് പോയാൽ മതി എന്നൊക്കെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ അത്ഭുതപ്പെട്ടു ഇവർ ആദ്യം ഈ ആശയം പറഞ്ഞപ്പോൾ. എന്തായാലും അവരെ പിന്നെ അധ്വാനത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കൊരു അഭിമാനമാണ്. നമ്മളെ കോളേജിലെ കുട്ടികളെ കിട്ട് സമ്മേളന പ്രചരണം പറഞ്ഞ് വരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതുകൊണ്ട് റിസ്ക് എടുത്തിവിടെ എത്തി അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാനിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാം പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. ഹെൽമെറ്റ് ഉണ്ട്, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, കയ്യുറ ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൈക്കിൾ യാത്രികരുടെ. നേരത്തെയൊക്കെ സൈക്കിളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? കുറച്ച് ചെയ്യാറുണ്ട്. ഇത് സൈക്ലിംഗ് ഒക്കെ നേരത്തെ നടത്തുമോ? മോർണിംഗ് സൈക്ലിംഗ് ഒക്കെ ഉണ്ടോ? ഇത്ര ദൂരം ആദ്യമായിട്ടാണ്. തങ്ങളെ ഒരു കൗതുകമാണ്. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ കണ്ടിരുന്നു, വരുന്ന വഴിയിൽ വെച്ചിട്ട് അഭിവാദ്യം ചെയ്തു. അൽഹംദുലില്ലാ, വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ ഒരു പ്രചരണ പരിപാടിയും കൂടെയായി. സന്തോഷം. ഇൻഷാ അല്ലാഹ്. ഈ സമസ്ത സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഓരോരുത്തർക്കും തങ്ങൾക്കെങ്ങനെ ഈ സമ്മേളനത്തിന് പ്രചാരണം നൽകാൻ സാധിക്കും, അവരുടെ വഴികൾ തേടുകയാണ്. അത്തരത്തിൽ വഴികൾ തേടിയ രണ്ട് കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക്